കുടിയന്മാരെയും മദ്യവിൽപ്പനക്കാരെയും കൊണ്ട് പൊറുതിമുട്ടിയ കോഴിക്കോട് കാരശ്ശേരിയിലെ തോട്ടക്കാട് ഗ്രാമത്തിലെ പെണ്ണുങ്ങളും പരസ്യമായി കുടി തുടങ്ങി. ഒഴുക്കി ശാലി ഇങ്ങോട്ട് ഗ്ലാസ് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഏത് ബ്രാൻഡാ വേണ്ടി? ബ്രാൻഡ് ഏതായാലും പോകും, ഏതും പോകും. കേട്ടോ, നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് കുടിച്ചോളണേ. ഇവിടെ കിറങ്ങി കിടക്കരുത് കേട്ടോ. പുരുഷന്മാരെ വിളിച്ചോളി. അപ്പൊ ഇവിടെ മദ്യവിൽപ്പന ഉദ്ഘാടനം ലീലാമ്മ ചേച്ചിയാണ്. ഇനി അടുത്തത് കഴിച്ചു കുടിക്കായിരിക്കും. കേട്ട് ഞെട്ടരുത്, ഇതൊരു പ്രതിഷേധ സമരത്തിന്റെ കഥയാണ്. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പ്രതീകാത്മക മദ്യവിൽപ്പനയും കുടിയും ഉദ്ഘാടനം നിർവഹിച്ചത് മുതിർന്ന അംഗമായ ലീലാമ്മ ചേച്ചി. ഞങ്ങൾ വീട്ടിൽ പൊറുതിമുട്ടി, നാട്ടിലും പൊറുതിമുട്ടി, എന്നിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും കേട്ടോ. ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങി, എന്നാലും ഞങ്ങൾ ഇനിയും വിൽപ്പനയൊക്കെ നടത്തും. പൊറുതിമുട്ടി അത്രയ്ക്കും സഹിക്കാൻ വയ്യെന്നായി. അതാണ് കാരശ്ശേരി പഞ്ചായത്തിലെ 6ാം വാർഡാണ് തോട്ടക്കാട്. ഭൂരിഭാഗവും കൂലിപ്പണിക്കാരായ ഈ പ്രദേശത്ത് മുക്കിലും മൂലയിലും അനധികൃത മദ്യവിൽപ്പന നടക്കുന്നു. എക്സൈസിലും പോലീസിലും തെളിവ് സഹിതം നേരിട്ടും ഫോൺ വഴിയും പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് നാട്ടിലെ പൊറുതിമുട്ടിയ പെണ്ണുങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുടിസമരം സംഘടിപ്പിച്ചത്. ഈ നാട്ടില് വിദേശ മദ്യവും അല്ലാത്ത നാടൻ മദ്യമായിട്ട് വാറ്റുചാരായോ അതുമായിട്ട് നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അത് കഴിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് നല്ലോണം മദ്യപിക്കും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളായി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനും ബാക്കി കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേറിട്ട ഒരു സമരമുറ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത്. അപ്പൊ ഇവിടെ വർദ്ധിച്ചു വരുന്ന മദ്യവിൽപ്പന കൊണ്ട് നിരവധി വീടുകളിൽ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഈ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടുംബശ്രീന്റെ ADS യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു സമരമുറ സംഘടിപ്പിക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ തന്നെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ രീതിയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഞങ്ങൾ ഇതിന്റെ തുടർ പ്രവർത്തനമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. മദ്യത്തിന്റെ കഥ കേട്ട് കസ്റ്റമേഴ്സ് നാടിന് പുറത്തുനിന്നും എത്തുന്ന സ്ഥിതിയുണ്ട്. ഇതുമൂലം സ്ത്രീകൾക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വനിതകളുടെ ഈ കുടിസമരം ഫലം കാണുമോ എന്നതും കാത്തിരുന്നു കാണണം. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.